അവൻ സംസാരിക്കണം ആദ്യം. നീയൊക്കെ എന്താണ് പറയുന്നത്? എന്റെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. തീർന്നു, അവിടെ തീർന്നു, നമ്മളൊക്കെ അവിടെ തീർന്നു. തീർന്നു. അത് ചെയ്തില്ല. ഒരു 4 പേപ്പർ കാണിച്ചിട്ട് അത് ഓപ്പൺ ചെയ്യാതെ കാണിക്കാതെ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് പറയാം. എനിക്ക് അയച്ചൂടെ? എക്സൽ എനിക്ക് അടിച്ചൂടെ? നിനക്ക് ഞാനും ഹക്കീമും കൂടെ നാളെ ഒരു കമ്പനി തുടങ്ങുന്നതായിട്ട് എക്സൽ അടിക്കുക. എക്സൽ അടിച്ചു കഴിഞ്ഞാൽ 100 കോടി 100 കോടി അടിച്ചു വെക്കുക. ജിയോയ്ക്ക് 1000 കോടിയാ. ഞാനൊരു മറുപടി പറയട്ടെ. ഹക്കീമ് പോലീസ് ജീപ്പിന്റെ ഗ്ലാസ് പൊട്ടിച്ചത്, ഡോക്ടറിനെ തല്ലിയത് എല്ലാം കൂടി ഒന്ന് പറ. ബിക്കോസ് ഐ വാസ് ദ ഡോക്ടർ ഹിയർ. ഇതാരാണ് ഈ അക്കൗണ്ട്? ഓക്കെ വെയിറ്റ്. ഈ അക്കൗണ്ട് നിങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മ പോലില്ല. നിങ്ങളാണോ? നിങ്ങൾ ഡോക്ടറാണോ? ആക്ച്വലി നിങ്ങൾ ഡോക്ടറാണോ? നിങ്ങളെ ഞാൻ എന്തേലും ചെയ്തോ? നിങ്ങളെ ഞാൻ തല്ലിയോ? അവിടെ ഏത് ഡോക്ടറെയാണ് തല്ലിയത്? അക്കൗണ്ട് ഞാൻ ജീപ്പിന്റെ ചില്ല് പൊട്ടിച്ചത് അൻസാറാണ്. മനസ്സിലായോ? നിങ്ങളുടെ ഭർത്താവിന്റെ കഴുത്തിൽ കത്തി വെച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇത് ഫേക്ക് അക്കൗണ്ട് ആണെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ പറ. നിങ്ങൾ അവിടുന്ന് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്യും. ഐ എം ഓക്കെ. നിങ്ങൾ ആ വീഡിയോ ഇവിടെ ഇട്. എന്റെ iPhone 40 സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് കിട്ടട്ടെ. ആ ഡോക്ടറെ എല്ലാരും ഞാൻ ശരിയാക്കുന്നുണ്ട്. അന്ന് എടുത്ത വീഡിയോ അതിലുണ്ട്. എത്രത്തോളം വന്നു എന്നുണ്ട്. മനസ്സിലായോ? ജീപ്പിന്റെ ചില്ലടിച്ച് പൊട്ടിച്ചാക്കിമേ. അതാണ് ഞാൻ പറയണതേ. ഒരു FIR ഇവര് കാണി. ജീപ്പിന്റെ ചില്ല് ഞാൻ അടിച്ചു പൊട്ടിച്ചിട്ടില്ല. എന്നെ പോലീസ് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഈ ഇടയ്ക്ക് പോകാൻ നേരത്തുണ്ടല്ലോ, അൻവിൻ എന്റെ പേരിൽ 8 കേസ് കൊടുത്തായിരുന്നു ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ. കേട്ടോ, ഇൻഫോ പാർക്ക് പോകാൻ നേരത്ത് പറയാം, ഹക്കീമിന്റെ കൂടെ നീ ചില്ലടിച്ചു പൊട്ടിച്ച നീ അല്ലേ എന്ന്. ഏതാ? ഇവർക്ക് പോലും ഒരു രൂപമില്ല. കേരള പോലീസിന് രൂപമില്ല. ഞാൻ ഇതിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ കേസിന്റെ പുറകെ പോയതാണ്. ഹക്കീമിന്റെ കേസിന്റെ പുറകെ ഞാൻ പോയതാണ്. ഹക്കീമിൽ നിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ അവനുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അവന്റെ പേര്? അൻസാർ. ഈ കേസിന്റെ പുറകെ, കാരണം ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ കേസിന്റെ പുറകെ പോയതുമാണ്. എനിക്ക് ഇതിനെ കുറിച്ച് ക്ലാരിറ്റി കിട്ടിയത് കൊണ്ടുമാണ് ഞാൻ പിന്നെ ഹക്കീമിനെതിരെ പിന്നെ വീഡിയോ ചെയ്യാണ്ടിരുന്നത്. മനസ്സിലായ? അതിന്റെ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് എനിക്ക് കിട്ടിയത് കൊണ്ടും ആരാണ് ചില്ലടിച്ച് പൊട്ടിച്ചതെന്നും അവിടെ എന്താണ് ഇഷ്യൂ ഉണ്ടായതെന്നും ക്ലിയർ ആയിട്ട് ഞാൻ ഒരു കാര്യത്തിന് പുറകെ പോകുമ്പോ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ നമ്പർ ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. നിങ്ങൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ചോദിക്ക്, ഹക്കീമാണോ ആ ജീപ്പിന്റെ ചില്ലടിച്ച് പൊട്ടിച്ചത്? ഹക്കീമാണോ എന്ന് ചോദിക്ക്. കത്തി കാണിച്ചു എന്ന് പറയുന്നത് ഹക്കീമാണോ എന്ന് ചോദിക്ക്. അങ്ങനത്തെ ഒരു അലിഗേഷൻ പറ. ഹക്കീമാണോ എന്ന് ചോദിക്ക്. എല്ലായിടത്തും ഒരു 20 മീറ്റർ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഞാൻ ഒരു മിനിറ്റ് പറയട്ടെ. അവരെ എന്നെ ഉപദ്രവിച്ചിട്ട് ഞാൻ താഴെ വീണ് നിന്ന് നോക്കുന്ന സമയത്ത് എന്റെ ഫോട്ടോ വീഡിയോ ഒരു ലേഡി എടുക്കുന്നു. ഞാൻ എന്റെ ക്യാമറ ഓൺ ചെയ്തു. സ്വാഭാവികമായിട്ടും നമ്മളെ വീഡിയോ ഒരാൾ എടുക്കുമ്പോ നമ്മൾ എവിഡൻസ് ആക്കാൻ വേണ്ടിട്ട് വീഡിയോ എടുക്കോ ഇല്ലയോ? ഞാൻ എന്തോ റിക്വസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ കേസിന്റെ പുറകെ, കാരണം നിന്റെ കേസ് ഞാൻ ശരിക്കും ചെകഞ്ഞോണ്ടിരുന്നതാണ്. കാരണം നിന്നെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള മെയിൻ ആള് ഞാനാണ്. നിന്നെ കുറിച്ച് ഇന്ന് എന്ത് ന്യൂസ് പരന്നിട്ടുണ്ടെങ്കിലും അതിന്റെ മെയിൻ വ്യക്തി ഞാനാണ്. മനസ്സിലായ? അപ്പൊ അതിന്റെ പുറകിൽ ഞാൻ കുറെ പോയിട്ടുണ്ട്. ഈ പറയുന്ന കേസിന്റെ ഒക്കെ പുറകെ ഞാൻ പോയിട്ട് ഞാൻ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് വീഡിയോ ചെയ്യൽ നിർത്തിയത്. അത് ഞാൻ പേഴ്സണലി ഹക്കീമിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും. ഞാൻ എല്ലാ കാര്യത്തിലും പറഞ്ഞില്ല. അന്ന് അവൻ ചെയ്തോണ്ടിരുന്ന കുറച്ച് കോണ്ടന്റുമായിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു എനിക്ക് ഹക്കീമായിട്ടുണ്ടായിരുന്നത്. ആ ഇഷ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സാധനം അവൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന കേസിന്റെ കാര്യത്തിലൊക്കെ ഞാൻ എറണാകുളത്താണുള്ളത്. നീ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാൻ എറണാകുളത്താണുള്ളത്. ഇവന്റെ കേസ് നടന്നിട്ടുള്ള ഇതേ എറണാകുളത്ത് തന്നെ ഞാൻ പോയി കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞ വീഡിയോ ഇടൽ നിർത്തിയത്. ആക്ച്വലി എന്റെ ഭാഗത്തുനിന്ന് അവനെതിരെ വീഡിയോ ചെയ്തിരുന്നു. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഹക്കീമിന്റെ ഭാഗം കേൾക്കാണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യണത്. കാരണം അവൻ ചെയ്തോണ്ടിരുന്ന അതാണ്. ചില വീഡിയോസിൽ അവൻ ചെയ്തോണ്ടിരുന്നത് ഒരു ഭാഗം മാത്രം കേട്ടിട്ട് വീഡിയോ ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവനെതിരെ വീഡിയോ ചെയ്തത്. ഇതിനെ കുറിച്ച് നമ്മളിപ്പോ സംസാരിച്ച് നമ്മൾ വെളുപ്പിക്കലെന്ന് പറയും. മനസ്സിലായോ? നമ്മളെ ഓജി അല്ല, നമ്മുടെ പേര്, നമ്മുടെ ആരുടെയും പേര് ഓജി എന്നല്ല. മനസ്സിലായോ? പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അല്ലല്ലേ, നമ്മളൊക്കെ ക്രിമിനൽസ് ആണ് ഹക്കീമേ. നമ്മളൊക്കെ ക്രിമിനൽസ് ആണ്. ക്രിമിനൽസിന്റെ അടുത്തുനിന്ന് മൊഴി കാലിന്റെ ഇടയിൽ കൂടി വീഡിയോ എടുക്കുന്ന നീലക്കുയിലിനെ വിളിച്ചു വരുത്തിയിട്ട് സ്ത്രീ സുരക്ഷ
എന്റെ പൊല്ലോ ആ ഒരു സാധനം ആര് തുണി ഷോർട്ടായ തുണി ഇട്ട് കിടന്നാലും അവരെ പിന്നാലെ ദേശാഭിമാനിയിൽ സുനിലോജി വിളിച്ചു. ദേശാഭിമാനിയിൽ സുനിലോജി വിളിച്ചു. സുനിലോജി വിളിച്ചിട്ട് പിന്നെ ആരും പോയില്ല. മീഡിയ വണെന്ന് വിളിച്ചു. മീഡിയ വണെന്ന് ആരും പോയില്ല. ഈ പറയുന്ന റിപ്പോർട്ടറിന് പോയില്ല. ഏഷ്യാനെറ്റ് വിളിച്ചു.